നോക്കൂ, ഒരർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേരൻ്റ് ഓർഗനൈസേഷനായിട്ടുള്ള കോൺഗ്രസിനെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ഈ പ്രതിഷേധ ജാഥയിലൂടെ. ആ അർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധ ജാഥ ഒരു വിജയമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ട ഒരു കാര്യം പോലീസ് പുലർത്തിയൊരു സംയമനമാണ്. അതിശയിപ്പിക്കും വിധത്തിലുള്ള സംയമനത്തോടെയാണ് പോലീസ് പെരുമാറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ എവിടെയെങ്കിലും അധികമായൊരു ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടുന്നത് കണ്ടോ? അല്ലെങ്കിൽ കൂടുതലായി ജലപീരങ്കി പ്രയോഗം കണ്ടോ? വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് കണ്ടോ? നമ്മളിന്ന് ശ്രദ്ധയോടുകൂടി ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ഈ പറയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. നിരന്തരമായി പോലീസിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് യഥാർത്ഥത്തിൽ കൂടുതൽ പോലീസുകാർ നിന്നിരുന്നത്. ആ കോമ്പൗണ്ടിനകത്താണ്. അവിടേക്ക് പോയിട്ട് അവരുടെ ഷീൽഡ് പിടിച്ച് വാങ്ങിച്ച് താഴെയിട്ട് തകർക്കുക, അവരെ കമ്പ് കൊണ്ട് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പോലീസ് തിരിച്ചടിക്കാതിരുന്നത്. ഒരു കാരണവശാലും ഒരു തുള്ളി ചോര വീണിട്ടില്ല ഇന്നത്തെ ഈ സമരത്തിൽ. എവിടെയെങ്കിലും നമ്മൾ ആരുടെയും തല പൊട്ടിയതായിട്ട് കണ്ടിട്ടില്ല, തലപൊട്ടി രക്തം ചീറ്റുന്നതായിട്ട് കണ്ടില്ല. ചെറുതായിട്ട് എന്നുവെച്ചാൽ ഇങ്ങനൊന്നും അല്ലല്ലോ ഇത് നടന്നുകൊണ്ടിരുന്നത്. പോലീസുകാർക്ക് തിരിച്ച പരിക്ക്. അതായത് നാളത്തേക്ക് പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങളോ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾക്കോ യാതൊരു സാധ്യതയും ഇല്ലാതാക്കുന്ന വിധത്തിൽ അത്രയധികം അതിശയിപ്പിക്കുന്ന സംയമനത്തോടെ പോലീസ് പെരുമാറിയിട്ടുണ്ട്. അത് വളരെ പ്ലാൻഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഞാൻ കൂടുതൽ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിക്കണമായിരുന്നു, കൂടുതൽ ജലപീരങ്കി പ്രവർത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് അത് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ആസൂത്രിതമായൊരു സംയമനമാണ് അവിടെ പുലർത്തിയിരുന്നത്. എന്തായാലും ഈ പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖം രക്ഷിച്ചു. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? നോക്കൂ, 31ാമത്തെ ദിവസം വന്നിട്ടാണ് വി.ഡി. സതീശൻ ഈ വലിയ പ്രസ്താവനയും പ്രസംഗവും ഒക്കെ നടത്തിയത്. ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും. എവിടുന്ന ഈ അടി തുടങ്ങിയത്? കഴിഞ്ഞ 19-ാം തീയതി എരിപുരത്താണ് ഈ അടി തുടങ്ങിയത്. അത് ചെറിയ രീതിയിലുള്ള അടിയായിരുന്നോ? അതിനുശേഷം അത്ര വലിയ അടി ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. നോക്കൂ, പൂച്ചട്ടിയും അതുപോലെ തന്നെ ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ട് ആളുകളുടെ തലയടിച്ച് തകർത്തിട്ട് 31ാമത്തെ ദിവസമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥയും നയിച്ചു വന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്ക് വന്ന് ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത്. ആ തിരിച്ചടിക്കുമെന്ന പ്രയോഗം എപ്പോഴാണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം കടപ്പാക്കടയിൽ യൂത്ത് കോൺഗ്രസിലെ പിള്ളേർ പോയിട്ട് ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചടിച്ചപ്പോഴാണ് ഈ ആരോഗ്യവും ആവേശവും ഒക്കെ ഉണ്ടായത്. 20-ാം തീയതി പ്രതിഷേധിക്കും എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ ശ്രീ ആൻഡോ അഗസ്റ്റിൻ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഒരു കലാപത്തിലേക്കൊന്നും സംസ്ഥാനം പോകില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്താവനയായിട്ട് മാത്രം അവസാനിക്കും. അങ്ങനെ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതിനുള്ള സംഘടനാ ശേഷിയൊന്നും കോൺഗ്രസിനില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം 23-ാം തീയതി ഈ പരിപാടി അവസാനിക്കുമ്പോൾ 23-ാം തീയതി ഈ പരിപാടി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു DGP മാർച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ DGP മാർച്ച് കെ സുധാകരൻ്റെ നേതൃത്വത്തിലും വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലും അങ്ങോട്ട് പോകും. അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല. KSU മാർച്ച് മാത്രമല്ല, ഇന്ന് നിങ്ങൾ നോക്കൂ, 564 പോലീസ് സ്റ്റേഷനുകളിലേക്ക് 5 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത്. എത്ര സ്ഥലത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും. ബാക്കിയുള്ളൊരു സ്ഥലത്തും ഒരു തരത്തിലുള്ള ഒരു ചെറിയ കല്ലേറ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ സംസ്ഥാനത്തെ കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള സംഘടനാശേഷിയോ ധൈര്യമോ ഒന്നും കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല. എൻ്റെ പ്രശ്നം ഈ പറയുന്ന കോൺഗ്രസ്, ഞാൻ ഇന്നലെ അത് പറഞ്ഞിരുന്നു, കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ വന്നിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന മുഖ്യമന്ത്രി ഗുണ്ടയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്രിമിനലാണ്, ഞങ്ങളുടെ ആളുകളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അവരുടെയൊക്കെ അഡ്രസ്സുണ്ട്, ഇനി ഞങ്ങൾ വീട് കയറി തല്ലും എന്നൊക്കെയുള്ള പ്രസ്താവനകൾക്കപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ നവകേരള സദസ്സുമായി ഈ സർക്കാർ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളൊരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന സമാന്തരമായി ഒരു സമര പരിപാടി തന്നെ ആസൂത്രണം ചെയ്യാൻ കഴിയുമായിരുന്നു അവർക്ക്. ഇവിടെ ഉച്ചഭക്ഷണ പ്രശ്നമുണ്ടായിരുന്നു, ക്ഷേമ പെൻഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, കർഷകരുടെ പ്രശ്നമുണ്ടായിരുന്നു, വിദ്യുച്ഛക്തി വില വർധനയുടെ പ്രശ്നമുണ്ടായിരുന്നു, കാരുണ്യ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ മേഖലയിലെയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് സമാന്തരമായിട്ട് വേണമെങ്കിൽ എന്തെല്ലാം സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അവരിത് ചെയ്യേണ്ടിയതുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കൂടുതൽ വിശാലമായ ചർച്ചകളിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ അത് ഒരു പുതിയ അധ്യായം തന്നെ ആകുമായിരുന്നു. അതൊന്നും സംഭവിക്കാതെ 31ാമത്തെ ദിവസം ഈ പാവപ്പെട്ട പിള്ളേർ പല സ്ഥലങ്ങളിൽ കിടന്ന് അടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നൊരു വലിയ വെല്ലുവിളി നടത്തി ഇത് അവസാനിപ്പിച്ച് പോയിരിക്കുകയാണ്. ഒരു കാര്യവും രാഷ്ട്രീയമായി സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ നികേഷും അതുപോലെ തന്നെ ശ്രീ ആൻഡോ അഗസ്റ്റിനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സംഘടന തന്നെ വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലാണെന്നേ. ആ ആഭ്യന്തര പ്രതിസന്ധി എന്നാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഈ പറഞ്ഞ കെ സുധാകരൻ്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവനയെക്കുറിച്ച് വിശദീകരണം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം തന്നെ മാറിപ്പോയിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ ഒരു കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പരിസരത്ത് വ്യക്തമായ നിലപാടുകളോടുകൂടി ഇടപെടാൻ കഴിയാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ മുഖഛായയുടെയും മുഖഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയിലാണ്. അതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.